എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മൂത്രനാളം ചുരുങ്ങി വരിക എന്ന് പറയും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അങ്ങനെയൊക്കെ. കാരണം മൂത്രം ഒഴിച്ചാൽ അത് പോണില്ല, നീറ്റം, ചുട്ടുനീറ്റം, അഴഞ്ഞു പോകാതെ വരിക, മൂത്ര തടസ്സം, പിടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ കടവയറ് ഇങ്ങനെയായിട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവാണ് നമ്മുടെ പൂവാങ്കുറുനില എന്ന് പറയുന്നത്. ഈ പൂവാങ്കുറുനില എന്താ വേണമെന്ന് വെച്ചാൽ അത് സമൂലം കുറച്ചെടുക്കുക. ഒരു 50 ഗ്രാമിന് ഒരു 10 കട പിടിച്ചാൽ മതി. അത് എടുക്കുക. കുറച്ച് ഇരട്ടി മധുരം, പച്ചമല്ലിയും കൂടി തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് പൂവാങ്കുറുനില, പച്ചമല്ലി, മല്ലി ചില മല്ലി നമ്മൾ കറിയിലൊക്കെ ഇടുന്ന അരയ്ക്കുന്ന പച്ചമല്ലി, പിന്നെ ഇരട്ടി മധുരം, പിന്നെ ബാർലി ഉണ്ടെങ്കിൽ ചേർക്കാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 സാധനങ്ങളും കൂടിയിട്ട് തിളപ്പിക്കുക. അത് വെച്ചാൽ ഒരു 5-6 കട അല്ലെങ്കിൽ ഒരു 10 ലേശം കൂടിയുണ്ട് കുഴപ്പമില്ല. 5-6 കട എടുക്കുക. ഇത് നമ്മൾ എന്താണ് ചെറുതാക്കി നുറുക്കുക. സമൂലം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് ഒരു പിടി മല്ലിയും കുറച്ച് ഇരട്ടി മധുരം കൂടി അതിൽ പൊടി ഒടിക്കാൻ വേണ്ടി ഞാൻ പൊടിയിട്ട് തിളപ്പിക്കുക. ഇത് നന്നായി തിളപ്പിച്ചിട്ട് ഇതൊരു 3 നാഴി വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. അത് തിളപ്പിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് പിടിച്ചു എന്ന് കണ്ടാൽ കുറച്ചൊന്ന് പറ്റുന്ന തരത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ഒരു 3 നേരമായിട്ട് കുടിക്കുക. ഇതൊരു 3-4 ദിവസം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം അഴഞ്ഞാണ്ട് പോവുകയും ചെയ്യും. ഒരുപാട് അസ്വസ്ഥതകൾ ശരീരത്തിലുള്ളത് പോവും. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ആൾക്കാർക്ക്, ആണുങ്ങൾക്ക്. മൂത്രം മുട്ടുമ്പോഴേക്കും അണ്ട് പോവും, പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ശരിയാവും. മൂത്രം പോവാതെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോവാത്ത ആൾക്കാരുണ്ട്, അതും ഇതിന് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ്, ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മാറുന്ന ഒന്നാണ് ഈ കാര്യം. പിന്നെ ചില ആൾക്കാർക്ക് വലിവ്, ആസ്മ, ഏക്കം, അതുപോലെ തന്നെ ഒരുപാട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂവാങ്കുറുനില മാത്രം ഇടിച്ച് പിഴിഞ്ഞ നീര് ചേർത്ത് കഴിക്കാം. അത് ആ നീര് എന്ത് വേണം, ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചാലിച്ചിട്ട് ഇറക്കണവർക്കും അതും ചെയ്യാം. അപ്പോൾ ശബ്ദം കൂടി റെഡിയാവും. അപ്പോൾ ഈ പൂവാങ്കുറുനില എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ മൂലികളുള്ളതാണ്. തലവേദന, കൊടിഞ്ഞിക്കുത്ത് എന്ന് പറഞ്ഞിട്ട്, സൂര്യാവർത്തം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരുപാട് തലവേദന ഉണ്ട്. തല തല്ലിപ്പൊളിക്കുന്ന തരത്തിലുള്ള വേദന. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒറ്റമൂലി പ്രയോഗമാണിത്. പൂവാങ്കുറുനില എടുക്കുക. പൂവാങ്കുറുനില നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് സംഭവം. ഈ പൂവാങ്കുറുനില നമ്മൾ എന്ത് വേണം, ഇടിച്ച് പിഴിഞ്ഞ നീര് 1 ടീസ്പൂൺ നമ്മൾ കഴിക്കുകയും ചെയ്യുക. ആ നീര് നെറ്റീമ മൊത്തം പരട്ടും ചെയ്യുക. ഈ പുരുകത്തിൻ്റെ ഇവിടേക്ക് കണ്ട് പരട്ടുക. സൂര്യോദയത്തിന് മുന്നേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. സൂര്യോദയത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൂര്യാവർത്തം എന്ന് പറയുന്നതും തലവേദനയോടെ ബന്ധപ്പെട്ടിട്ട് കൊടിഞ്ഞിക്കുത്ത് എന്ന് പറയുന്നത് തല തല്ലിപ്പൊളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇതൊരു 7 ദിവസമോ 8 ദിവസമോ അടുപ്പിച്ച് ചെയ്യുക. കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് മാറിയില്ല വെച്ചിട്ട് നിൽക്കണോടത്ത് വെച്ചിട്ട് നമ്മൾ നിർത്തുക. അപ്പോൾ വീണ്ടും തുടങ്ങും. അപ്പോൾ അതിനെ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുപോകാൻ ഒരു 8 ദിവസമോ ഒക്കെ ചെയ്യേണ്ടി വരും. കൂടിയ 11 ദിവസം. നമ്മളെ ഈ തലവേദന എന്ന് പറയുന്നത്, സൂര്യാവർത്തം എന്ന് പറയുന്നത്, കൊടിഞ്ഞിക്കുത്ത് എന്ന് പറയുന്ന സാധനം ടപ്പിച്ചിട്ട് പറന്നു പോവും. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതാണ് ഈ പൂവാങ്കുറുനിലയാണ് കാര്യം. പൂവാങ്കുറുനില എന്ന് പറയുന്നത് കിട്ടാത്ത ആളുകൾ പരിസരത്ത് ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തെങ്കിലും വഴിയുന്ന കണ്ട് ഈ ചെടി നോക്കിയിട്ട് പറിച്ചെടുക്കുക. നിങ്ങൾക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പച്ചമൂലിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണത്തെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധ ഒറ്റമൂലിയും കൂടിയാണ്. നമ്മൾ ചില ആളുകൾക്കൊക്കെ എപ്പോഴും വലിവ് ഇങ്ങനെ നിൽക്കണവരുണ്ടാവും. അപ്പോൾ ബ്രീത്തിങ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന സാധനമാണ്. അത് എടുക്കുക, ചതച്ചിട്ട് ആ നീര് പിഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കൊണ്ട് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതിൽ വളരെ എഫക്റ്റീവാണ്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.